വായനയ്ക്ക് പകരമാകാൻ മറ്റൊന്നിനും കഴിയില്ലെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്. വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായന മനുഷ്യന്റെ ചിന്താശേഷി വർദ്ധിപ്പിക്കും. തീരുമാനമെടുക്കാനുള്ള കഴിവ് വളർത്താനും അറിവ് വർദ്ധിപ്പിക്കാനും വായന സഹായകമാകും. സാമൂഹിക മാധ്യമങ്ങളുടെ കാലഘട്ടത്തിലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. വായനയ്ക്ക് പകരമാവാൻ മറ്റൊന്നിനും കഴിയില്ല. സാങ്കേതിക വിദ്യ വളർന്നെങ്കിലും പുസ്തക വായന കൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ. മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി. സഫറുള്ള മുഖ്യ പ്രഭാഷണം നടത്തി. വായനയിലൂടെ ലഭിക്കുന്നത് അറ്റമില്ലാത്ത അറിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിലെ വിജയികളായ ഫാത്തിമത്ത് സുഹറ, എം.കെ. രമണി എന്നിവർക്ക് കളക്ടർ ഉപഹാരം നൽകി. സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് ചോല പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ കെ.ആർ. നാൻസി, പി.എൻ. പണിക്കർ, ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി ജാഫർ കക്കൂത്ത് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ എം. മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു. സാഹിത്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സാഹിത്യത്തിൽ വിവിധ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിഞ്ഞുകൂടാത്ത ലോകത്തിലൂടെ, നമുക്കറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പറ്റും. പുസ്തകം വായിക്കും. നമുക്കൊരു ജീവിതമുണ്ട്, അതേ നമുക്കറിയാം. പക്ഷെ ഇതിനേക്കാളും ബുദ്ധിമുട്ടുന്നവരുടെ ജീവിതമുണ്ട്. വിവിധ സാഹചര്യങ്ങൾ ജീവിക്കുന്നവരുണ്ട്. ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അവരായി തീരും, അല്ലേ? അവരുടെ ജീവിതത്തിനോട് വെച്ച് അവർ കാണുന്ന രീതി, ആ ചുറ്റുപാടുകൾ, ഭൂപ്രകൃതി. ഇപ്പം കേരളത്തിലെ രീതിയിലല്ല ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ഒക്കെ. അപ്പം ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പല പുസ്തകങ്ങളെക്കാളും മെച്ചപ്പെട്ടത് മലയാളത്തിലുണ്ട്. ആക്ഷേപ സാഹിത്യം എന്നൊക്കെ പറഞ്ഞൊരു പഠിക്കുമായിരുന്നു നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ. അതിനേക്കാൾ എനിക്ക് തോന്നി കുഞ്ചൻ നമ്പ്യാർ അതിനേക്കാൾ എത്ര മുകളിൽ നിൽക്കുന്നു. മലയാള സാഹിത്യം മോശമല്ല. ചിലപ്പോൾ മലയാളം നമ്മൾ കുറച്ച് ഭാഗത്ത് മാത്രം സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും. അല്ലെ, ഇംഗ്ലീഷ് സാഹിത്യത്തിന് ഉദാത്ത കൃതികൾക്കൊപ്പം നിൽക്കുന്ന കൃതികളും മലയാളത്തിലുണ്ട്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.